Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. ക്യാൻഡ് ഫിഷ് ഫ്രൈ. ഇതിന് വളരെ ലിമിറ്റഡ് ആയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു വലിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്ന ഓയിൽ ഈ മത്സ്യം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാന് തുറന്ന് കഴിയുമ്പം അതിൽ ഓൾറെഡി ആ ഓയിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഞാൻ ഏകദേശം അതിലത്തെ ഒരു പകുതിയോളം ഓയിലാണ് ഒഴിക്കുന്നത്. ഓലിവ് ഓയിലാണ് ഈ ഫിഷ് സോക്ക് ചെയ്തിട്ടുള്ളത്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവാള ചേർക്കാം. അതോടൊപ്പം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളി സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, മിക്ക ക്യാൻഡ് ഫിഷിലും ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. അങ്ങനെ ഇവിടെ ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. കൂടുതലായിട്ടൊന്നുമില്ല, ഇതൊട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു റെസിപ്പിയാണ്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നടുക്ക് കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കുക. ഇതിൽ ആവശ്യത്തിന് എണ്ണയുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആ ക്യാനിൽ കുറച്ചും കൂടി ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻഡ് സാർഡീൻസ് ആണ്, അതായത് മത്തി അല്ലെങ്കിൽ ചാള. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് മത്സ്യം വേണമെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് നടുവിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇതിനെയൊന്ന് മസാലയുള്ള ഉള്ളി വെച്ചിട്ട് ഇതിനെയൊന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. ഈ റെസിപ്പി പലരും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലാത്തവർക്ക് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയത് കാരണമാണ് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നന്നായി മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രത്തോളം മൊരിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അത് മറിച്ചിടാവുന്നതാണ്. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇത് ഈ ഒരു ചെറിയ ക്യാന് കൊണ്ട് 2 ആൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് മറ്റേ സൈഡ് വേവുന്നവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ക്യാമറയുടെ ലൈറ്റിങ് ഇതിലത്ര ശരിയായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം. പുറത്തുനിന്ന് എടുത്ത ഫോട്ടോയിലാണ് അത് നന്നായിട്ട് കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ രൂപം. വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.